ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച. അപ്പോൾ നിങ്ങൾ ഇന്ന് ആദ്യം കണ്ടത് ചാക്കോച്ചനെയാണ്. ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും എൻ്റെ കൂടെ വന്നത് മെഴുകുതിരി കത്തിക്കാൻ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് കൂടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും, തമ്പാച്ച പാപ്പൻ തരണേ, മാമു തരണേ, വാവു വരുത്തല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒപ്പം നിന്നിട്ട് അവൻ അവൻ്റേതായ ഭാഷയിൽ പറയും കേട്ടോ. പിന്നെ അവനും മെഴുകുതിരി ഊതണം. ഇതാണ് അവൻ്റെ മെയിൻ സംഭവം. അപ്പോൾ ഇന്നതേ നല്ല മഴ ദിവസം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എനിക്കും ഡിബിളിനും ഡിവൈനും ഡാഡിയുടെ കൂടെ ഒരു ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിന് ഇന്ന് പോകണം. അപ്പോൾ ഞങ്ങളുടെ ഫുൾ പ്ലാനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ചാക്കോച്ചനെ അക്കിയുടെ അവിടെ കൊണ്ടുവന്നാക്കണം. തോമു ദേ ഓൾറെഡി സ്കൂളിൽ പോയി. വരുമ്പോൾ അപ്പ ഹബ്ബിലേക്ക് കൊണ്ടുപോവുക, ഞങ്ങൾ പാച്ചുവിനെ ഇറക്കിയിട്ട് ആ വഴിക്ക് പോവുക. ഇതാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ള പ്ലാൻ കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വേഗം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കണ്ടേ. അപ്പോൾ അതൊക്കെ ഇന്നലെ കുറേ ലേറ്റായിട്ട് ഇന്നലെ കിടന്നുറങ്ങിയത്. അപ്പോൾ കുറേ 2-3 പേരെന്നോട് ചോദിച്ചു, ആൻറ്റി ലാസ്റ്റ് സീൻ കണ്ടത് 3 മണിയാണല്ലോ, ആൻറ്റി ഉറങ്ങും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് പോകേണ്ട കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും കുറേ ലേറ്റായിട്ടാണ് കിടന്നത്. ഡിമ്പിളിലാണെന്ന് വെച്ചാൽ തീരെ വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ ഇന്ന് ചപ്പാത്തിയും കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇന്നലെ 3 പാക്കറ്റ് ചപ്പാത്തിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പൂരിക്ക് വേണ്ടിയിട്ടാണ് വെച്ചത്. പക്ഷേ മറ്റേ ചപ്പാത്തി തന്നെ ഉണ്ടാക്കിയത്. അപ്പം എനിക്കെന്തോ രാവിലെ എണീറ്റിട്ട് വിശന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. എൻ്റെ ഇത് മുഴുവൻ എങ്ങനെയെങ്കിലും അതൊന്ന് പാക്കിങ് അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ പാച്ചുവിന് കൊണ്ടുപോയതിൻ്റെ ബാക്കി ലോട്ടസ് സീഡ് ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് ലോട്ടസ് സീഡ് എന്താണ് എന്നറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. പിന്നീട് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി വാങ്ങി തുടങ്ങിയപ്പോഴാണ് നമ്മൾ അങ്ങനെയാണല്ലോ ഓരോ കാര്യങ്ങൾ അറിയുക. അപ്പോൾ അത് ഇന്ന് ബട്ടറിലാണ് ചെയ്തത്. അപ്പോൾ ഒരു ചെറിയൊരു ഉപ്പ് രസം സോൾട്ടഡ് ബട്ടർ അവിടെ വാങ്ങിക്കുക. അപ്പോൾ അത് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പാച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ തുണികളൊക്കെ അവിടുന്ന് എടുത്ത് മടക്കി വെച്ച് അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഡിമ്പിൾ വേഗം പാച്ചുവിനെ റെഡിയാക്കിയിട്ട്, അപ്പോൾ പാച്ചുവിനും അത് ഇന്നലെ രാത്രി ഇപ്പോൾ വലിയ സുഖം ഉണ്ടായിരുന്നില്ല, ഒരു ഉഷാറ് കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനെ റെഡിയാക്കിയിട്ട് ഡിമ്പിൾ മാറാൻ പോയി. അപ്പോഴാണ് ഞാൻ മാറാൻ വന്നപ്പോൾ ഓർത്തത്, നിങ്ങൾക്കിത് കാണിച്ചു തന്നില്ലല്ലോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ്, അപ്പോൾ ഡോണിനും ഞാൻ രാവിലെയാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഇതാണ് ഡാഡിക്ക് ഇന്നലെ എടുത്ത സാധനങ്ങൾ, ബനിയനുകൾ കേട്ടോ. ഒരു മെറൂൺ, ഒരു റെഡ്, ഒരു ബ്ലാക്ക്, പിന്നെ ഒരു തരം ബ്ലൂ അല്ല ഗ്രീനും അല്ലാത്ത ബ്ലൂ ബ്ലാക്ക് എന്ന് പറയില്ല ആ സംഭവം. അങ്ങനെ 4 ടീഷർട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഡാഡിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിർബന്ധമുള്ളതാണ്, പോക്കറ്റ് വേണം, കൈ ഇറക്കം വേണം, നല്ല ഇറക്കം വേണം. ഇതാണ് ആളുടെ ഡിമാൻഡ്. പിന്നെ വരയാൻ വലിയ ഇഷ്ടമല്ലേ. അപ്പോൾ ആദ്യമൊക്കെ ഫുൾ സ്ട്രൈപ്സ് ഉള്ളതാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ 2 ജീൻസും എടുത്തു. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആടി മാസം നമ്മൾ കിഴിവുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ പോയത്. അപ്പോൾ ഡോണും എപ്പോഴും അവിടെ നിന്ന് എടുക്കാറ് എന്ന് പറഞ്ഞു, MK സിൽക്സ് പോയതിന് ശേഷം. അപ്പോൾ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, വിശേഷങ്ങളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ഡാഡി അതിൽ നിന്ന് ഒരെണ്ണം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ അതിൽ നിന്ന് ഒന്നാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് ഡ്രസ്സ്, ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഞാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ ആദ്യം വേറെ ഒരെണ്ണം എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വേണ്ട, ഇന്നലെ ഇട്ടത് തന്നെ അവിടെ എടുക്കുന്നുണ്ട്, അതന്നെ ഇടാം, എന്നിട്ട് വാഷ് ചെയ്യാൻ. ഇനി 2-3 വട്ടം ഇട്ടിട്ടാണ് ഞാൻ വാഷ് ചെയ്യുക കേട്ടോ, ഒരുമിച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ ഡിവൈൻ എന്നെ കളിയാക്കാം, മമ്മി ഇന്നലെ ഇടുമ്പോൾ പറഞ്ഞതല്ലേ, ഇനി ഇതിപ്പോൾ ഇടില്ല, വാഷ് ചെയ്യാൻ കൊടുക്കുന്നത്, എന്നിട്ട് പിന്നെ ഇന്ന് ഇട്ടോ എന്ന് ചോദിച്ചിട്ട് കളിയാക്കിയിട്ടോ. അങ്ങനെ ചാക്കോച്ചൻ തമ്പാച്ചനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് എപ്പോൾ പോകുമ്പോഴും നമ്മളെല്ലാവരും അതെ നടയിലൊന്ന്, അത് ക്രിസ്ത്യാനികളായ എല്ലാവരും, ക്രിസ്ത്യാനികളെന്നല്ല ഒരുവിധം എല്ലാവരും, എല്ലാ മതസ്ഥരിൽപ്പെട്ടവരും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒന്ന് കുരിശ് വരച്ചിട്ടാണല്ലോ ഇറങ്ങുക. തിരിച്ചു വരുമ്പോഴും, അതായത് പോകുമ്പോൾ ഞങ്ങളെ കാത്തുകൊള്ളണേന്നും തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ എന്താ പറയുക സുരക്ഷിതമായി എത്തിച്ചതിന് നന്ദി. അങ്ങനെയാണ് നമ്മൾ കുഞ്ഞിലേ തൊട്ട് നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക. പോകുമ്പോഴും കുരിശ് വരയ്ക്കും, വരുമ്പോഴും ഒന്ന് കുരിശ് വരച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഡാഡി കണക്കും കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളും. അപ്പോൾ ഡാഡി അങ്ങനെ എപ്പോഴും ലിസ്റ്റ് എഴുതിയിട്ട സാധനങ്ങൾ, എവിടെ പോകണം, എന്ത് പോകണം, പോകേണ്ട വഴി ഒക്കെ ആൾ നോട്ട് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ഇതാണ് കേട്ടോ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ കളിയാക്കുക, ഡാഡിക്ക് വേറെ ലുക്കായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഫോട്ടോ എടുത്തു. അപ്പോൾ കുട്ടികൾ പറയുന്നത്, ഇന്നലെ എടുത്തപ്പോൾ മമ്മി തടി ഉണ്ടായിരുന്നില്ല, ഇന്നേക്ക് തടി വെച്ചു. അപ്പോൾ ഞാൻ കളിയാക്കി പറയാം, ഇന്നലെ കണ്ടമാനം ചോറുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ചോറ് വലിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ഒരു ദിവസം കഴിച്ചതിൻ്റെയാണ് ഈ തടി വെച്ചതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അപ്പനമ്മയും 2 മക്കളും കൂടിയിട്ട്, പാച്ചുണ്ട് കേട്ടോ കൂടെ, ഞങ്ങളിത് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഫ്ലാറ്റാണ് വരണേട്ടോ, നല്ല വലിയ ഫ്ലാറ്റ്.
അപ്പം ഞാൻ ഇവരോട് പറയായിരുന്നു ഒരു ഫ്ലാറ്റ് ഇവിടെ ചെറുത് ബുക്ക് ചെയ്യും, 1 റൂമായാലും സാരമില്ല, കാരണം ഭാവൻസ് തൊട്ടടുത്തുള്ളത് കൊണ്ട് അവിടെ ഭയങ്കര സ്കോപ്പാണ്, റെൻറ്റിന് കൊടുത്താലൊക്കെ നല്ലതാണ്. അപ്പം ഞാൻ പറയായിരുന്നു നിങ്ങൾ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തോളൂ, കാരണം നമ്മൾ സമ്പാദ്യശീലം എന്ന് പറയുന്നത് കയ്യിൽ കാശുണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ വേണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങി വെക്കുമ്പോൾ അതുമ്മേലേക്ക് ഒരു ലക്ഷ്യം വേണം. അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെയാണ് കേട്ടോ കുട്ടികളോട് പറഞ്ഞ് കൊടുക്കുക. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിതേ യാത്ര തുടർന്നു. നെല്ലിക്കുന്ന് പള്ളിയായി. അവിടെ നിന്ന് പിന്നെ അറിയാമല്ലോ, നെല്ലിക്കുത്ത് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇവരുടെ സ്ഥലമായി. അങ്ങനെ പാച്ചുവിനെ കൊണ്ടുവന്നാക്കണം. അപ്പോൾ പാച്ചുവിന് നിർബന്ധം അമ്മ കൊണ്ടുവന്നാക്കണം എന്ന്. അങ്ങനെ അമ്മ കൊണ്ടുവന്നാക്കി. അപ്പോൾ ഒന്ന് ഞീളിന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഒന്നാമത് ഡിമ്പിളിനും വയ്യ, കൊച്ചിനും വയ്യ. അവന് വയ്യായി ഒന്നുമില്ല, ഡിമ്പിളിന് തീരെ വയ്യ. അപ്പോൾ നമ്മളെ അമ്മമാർക്ക് വയ്യാണ്ടാകുമ്പോൾ കുട്ടികൾക്കും എന്താ പറയുക, ഭയങ്കര അസ്വസ്ഥതയാണല്ലോ. അപ്പോൾ അങ്ങനെ അവനെ കൊണ്ടുവന്നാക്കി തിരിച്ച് വന്ന്. അപ്പം മാം പറയായിരുന്നു കൊണ്ടുവരാൻ പോയപ്പോഴേ, അപ്പാപ്പൻ്റെ കൂടെ വരണേന്ന് വെച്ചാൽ ചിരിച്ച് കളിച്ച് ഓടി വരും. അമ്മയുടെ കൂടെ വരികയാണെങ്കിൽ ഒന്ന് കിണുങ്ങാനായിട്ട് നോക്കും കെൻട്രിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോണത് ഹൈ റോഡിലേക്കാണ് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ട്, ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാണ്ട്, പിന്നെ നമ്മുടെ ചാക്കോച്ചന് ഒരു കുട്ടി കൊടയും കുട്ടി ബാഗും വാങ്ങിക്കണം. കാരണം ഞാൻ പിള്ളേർക്ക് 2 പേർക്കും ഞാൻ തന്നെയാണ് വാങ്ങി കൊടുത്തേക്കണം, കുഞ്ഞിക്കൊടയും മറ്റേ കുഞ്ഞി ബാഗും. അപ്പോൾ ചാക്കോച്ചന് ഇപ്പോൾ പോകാൻ ധൃതിയായി. അപ്പോൾ അക്കിരോടേക്ക് പോകുമ്പോൾ ഒരു ബാഗ് ഓൾറെഡി കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അവന് എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ, അപ്പോൾ അവൻ്റെ അമ്മമ്മയുടെയും കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്നുകൊണ്ട് ഒരു കുഞ്ഞി കൊട കൊടുത്തിട്ടില്ല കേട്ടോ. ചേട്ടന്മാരില്ലാത്ത സമയത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. കാരണം അവർക്ക് കൊടുത്തതും അവർക്ക് വാങ്ങിച്ചതൊന്നും അവർ മറന്നിട്ട് ഇവൻ്റെ ഇതിന് വേണ്ടി വാശി പിടിക്കും. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർക്കാർ ചേട്ടാന്നാണോ വിളിക്കുക, പേരറിയില്ലെങ്കിൽ. അപ്പോൾ മൂപ്പര് പറയായിരുന്നു ഭാര്യയൊക്കെ നമ്മളുടെ സബ്സ്ക്രൈബറാണ്, അപ്പോൾ വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ നമ്മൾ പോയ സ്ഥലങ്ങളിൽ 1-2 സ്ഥലം കറിപ്പന്തലൊക്കെ പറയും, അവിടെ ഇതുവരെ പോകാണ്ട് നമ്മളുടെ കയ്യിൽ കണ്ടപ്പോൾ പോയി. അങ്ങനെ ഞങ്ങൾ കുറേ വിശേഷമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല നല്ല ബാഗുകൾ, ഇത് ശരിക്കും നമ്മുടെ വെല്ലുവിളിയുടെ വശത്താണ് കേട്ടോ. നല്ല ബാഗുകൾ, നല്ലോണം അധികം വിലയൊന്നും ഇല്ലാത്ത ഇഷ്ടം പോലെ ബാഗുകൾ, ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ചാക്കോച്ചനുള്ള കുഞ്ഞിക്കൊടയും കുഞ്ഞി ബാഗും ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി. അവിടെ നിന്ന് ഡിമ്പിളിനെയും ഡിവൈനെയും ഇവിടെ ഇറക്കി. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അവരുടെ സ്റ്റിച്ചിങ് സെൻറ്ററിൻ്റെ അവിടെ ഇറക്കിയിട്ട് ഞാനും ഡാഡിയും നേരെ ബെസ്റ്റിലേക്ക് പോയി. അപ്പോൾ ബെസ്റ്റിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ബെസ്റ്റ് എവിടെയാണെന്നുള്ളത്, കാൾഡിയൻ ഹാളിൻ്റെ അടിയിലാണ്. അതായത് പള്ളിക്കുളം എന്ന് പറയുന്നത് ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ബിരിയാണി കാറ്ററിങ്ങിൻ്റെ എല്ലാ വക സാധനങ്ങളും, നിങ്ങൾക്ക് A to Z കേക്കിൻ്റെ സാധനങ്ങളായാലും. നിങ്ങൾക്കറിയാം ഞാൻ പണ്ട് തൊട്ടേ വീഡിയോ ഇട്ട കാലം തൊട്ട് ഞാൻ ബെസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന്, അപ്പോൾ ഇന്ന് ഞാൻ ബോബ ടീയൊക്കെ കണ്ടു. പക്ഷേ എനിക്കറിയില്ല അതിനെക്കുറിച്ച്, കുടിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് എങ്ങനെയാണ് എന്താണെന്നറിയില്ല. അപ്പോൾ കുട്ടികളോട് ഞാൻ പറഞ്ഞു വേണ്ട മമ്മി, അത് വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഇവർ നടന്നെത്തി. ഇവിടെ നടന്നെത്തിയപ്പോൾ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പാപ്പനായിട്ട് ഭയങ്കര സെറ്റാണ്. അപ്പോൾ അപ്പാപ്പനെ ഇത് പറഞ്ഞപ്പോൾ അപ്പാപ്പൻ 2 പാക്കറ്റ് പാൽപ്പൊടി കൊടുത്തു. അപ്പോൾ ഹാപ്പിയായി മൂപ്പര്. അപ്പോൾ ആൾ പറയുന്നത് 20 രൂപയുടെ 2 എണ്ണം കിട്ടി, എനിക്ക് 40 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് 2 പാൽപ്പൊടി കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഡിവൈൻ എവിടെ ചെന്നാലും അവിടെ ആരെങ്കിലൊക്കെ ആയിട്ടൊരു ഇത് കൂട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയും അത് നല്ലതാണ്. എവിടെ പോയാലും ഒരു ദിവസം പോയാൽ മതി, 2ൻ്റെ അന്ന് അവർ കണ്ട ഡിവൈനെ തിരിച്ചറിയും. അങ്ങനെ ഒരു എന്താ പറയുക, അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങി നമ്മളുടെ ലൂർദ് പള്ളിയുടെ വഴിയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എപ്പോഴും എനിക്ക് ഭയങ്കര ഓർമ്മ, എൻ്റെ മൂത്ത ചേച്ചി റോസിൻ്റെയൊക്കെ വീട് ഇവിടെ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പറവട്ടാനിയിലേക്ക് വന്നു, നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാനും ഡാഡിയും പിള്ളേരും മാത്രമാണ്. അപ്പോൾ കുട്ടികളെ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്കറിയാലോ, കാണുന്നവർക്ക് ഞങ്ങൾ കുട്ടികളെയും കൊണ്ടൊരു കറക്കുണ്ട്. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും പിള്ളേരും കൂടി ഒന്ന് കറങ്ങാൻ പോകും, അല്ലെങ്കിൽ 2 കുട്ടികൾ ഒറ്റയ്ക്ക് പോകും. അങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ നമ്മൾ കാരണം ഉണ്ടാക്കി യാത്ര ചെയ്യാമെന്ന് പറയില്ല, എല്ലാത്തിനും ഓരോ കാരണം ഉണ്ടാവുന്നില്ല. അങ്ങനെ ഇന്ന് ഇതാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളെ ബോൺലെസ് കൊണ്ടാട്ടം ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ. ഭയങ്കര ഒന്നാമത് ഫുഡ് കോർട്ടിലത്തെ എല്ലാ ഭക്ഷണത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴും അങ്ങനെ അവിടുന്ന് അധിക ഭാഗം കൊണ്ടുവരാറുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങളിതേ പാച്ചൂട്ടനെ കൊണ്ടുവരാനായിട്ട് പോയി. കാരണം പാച്ചൂനെയും കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവനത് കഴിക്കാൻ വലിയ താല്പര്യമില്ല. പിന്നെ എന്താ പറയുക, ഭയങ്കര അസ്വസ്ഥതയാണ്. നമുക്കും ഇരുന്ന് കഴിക്കാൻ സ്വസ്ഥത ഉണ്ടാവില്ല.
അപ്പോൾ അവന് ഓൾറെഡി വീട്ടിൽ അവന് ഇഷ്ടം കഞ്ഞിയും വല്ലതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് അവനുള്ള ചോറൊക്കെ ചെന്നിട്ട് വെക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ സ്നാക്സൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അവന് ശരിക്കും 2:30-3 ആകുമ്പോഴാണ് കേട്ടോ ഫുഡ് കൊടുക്കുക പാച്ചുവിനെ. തോമു വന്ന വഴിക്ക് കഴിച്ചിട്ട് കയറും, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പാച്ചു വന്നു. അപ്പോൾ പാച്ചു വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡിവൈനെ അവിടെ ഇറക്കിയിട്ടാണ് പോകുന്നത്. ഡിവൈൻ VKRലേക്ക് പോയേക്കുക. അവിടുന്ന് തൊട്ടടുത്താണല്ലോ. നിങ്ങൾ പാച്ചുവിനെ കൊണ്ടുവരുമ്പോഴേക്കും ഞാനത്, അല്ലെങ്കിൽ പാച്ചുവിനെ കൊണ്ടുവരേണ്ട സമയം ലേറ്റ് ആവില്ലേ. അങ്ങനെ ഇതിലേ ഇങ്ങനെ പോവാണ് മൂസ്പെറ്റിൻ്റെ അതിലെ ഇങ്ങനെ പോയി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ നമ്മുടെ ഡിവൈനെ പിക്ക് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഡിവൈനെ പിക്ക് ചെയ്യാനായിട്ട് പോയപ്പോൾ VKR നിന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ VKRലാണ് ഇറക്കി വിട്ടേന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അവിടെ നിന്ന് ഡിവൈനെയും പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ഓട്ടോ ഹബ്ബിലേക്ക് വന്നു. അപ്പോൾ ഓൾറെഡി ഡോണും അപ്പയും മോനും കൂടിയിട്ട് ഓട്ടോ ഹബ്ബിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ ജ്യൂസും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഓട്ടോ ഹബ്ബിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഡിവൈനെ VKRയിൽ നിന്ന് പിക്ക് ചെയ്ത് നേരെ ഹബ്ബിൽ പോയി. അപ്പോൾ ഇത് കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് സമയം നമുക്ക് എളുപ്പമാക്കാമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഇവർ നേരത്തെ ബ്ലൗസ് തയ്ക്കാൻ പോയ സമയത്ത് ഞങ്ങൾ ബെസ്റ്റിൽ പോയി. അങ്ങനെ സമയം കൈപിടിച്ച് പോകുമ്പോൾ ഒരു കണക്കൂട്ടലുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരൊറ്റ സമയത്ത് തീർത്തിട്ട് വരാം. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുറേ സ്ഥലത്ത് പോയി. പക്ഷേ ശരിക്ക് 10-ൻ്റെയും 1 മണിയുടെ ഇടയിൽ 11, 12, 1 3 മണിക്കൂർ കൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 2 ആൾ 2 ഡയറക്ഷനിൽ പോയിട്ട് കേട്ടോ. അങ്ങനെ ഓട്ടോ ഹബ്ബിൽ വന്നപ്പോൾ കുറേ പേർക്ക് അറിയില്ല, ഇതാണ് ഡോണിൻ്റെ സ്ഥാപനം. ഓട്ടോ ഹബ്ബ് ഹൈവേയിലാണ് കേട്ടോ, ഹോണ്ടയുടെ തൊട്ടടുത്താണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് തോമുനെ 12:20 ആകുമ്പോൾ വിടും. അപ്പോൾ അവിടെ നിന്ന് അപ്പയുടെ കൂടെ അവൻ ഓട്ടോ ഹബ്ബിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ തിരുത്തിയായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം തിരുത്തിയാൻ്റെ കൂടെയൊക്കെ വർത്താനം പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് അവൻ അപ്പയുടെ കൂടെ ഹാപ്പിയാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് വണ്ടികളൊക്കെ കാണാനും എടുക്കാനൊക്കെ. അപ്പോൾ വണ്ടി കയറി വന്നിട്ട് എനിക്ക് പറയായിരുന്നു, മമ്മി കണ്ടു അവിടെ ആ വണ്ടി ഈ വണ്ടി, കുറേ വണ്ടികളുടെ പേര് പറയും കേട്ടോ. എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ പിടുത്തമില്ല. എന്നാലും ഞാൻ എല്ലാതും മൂളിക്കേക്കും, കുട്ടികളല്ലേ. അപ്പോൾ ഡോൺ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ സമയം ഏകദേശം 2 മണിയൊക്കെ 2 മണി ആവണു. പാച്ചുവിനെ 1:15 കൊണ്ടുവന്നേ. അപ്പോൾ പാച്ചു ഇങ്ങനെ ചോദിക്കുക, അതെന്താ ഇതെന്താ തോമു എന്താ ഇവിടെ വന്നേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഡോണിനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ കയറിനോട് കൂടിയിട്ട് തോമുവിൻ്റെ തലയൊന്ന് പതുക്കെ ഇടിച്ചപ്പോൾ നല്ല വേദന എടുത്തുട്ടോ. അറിയാണ്ട് ഇങ്ങനെ കയറിയതാണ് അപ്പോട് യാത്ര പറയാനായിട്ട്. അപ്പോൾ തലയിടിച്ചു. പിന്നെ ആ കരച്ചിൽ അപ്പം അവിടെ കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പാച്ചു അവിടെ നിന്ന് ഓരോന്ന് ചോദിക്കുക, തോമു ഇവിടെ നിന്ന് ഓരോ ഉത്തരം പറയുക. അങ്ങനെ ഈ സമയം ശരിക്കും പറഞ്ഞാൽ ഇവർ പരസ്പരം കാണാറില്ല കേട്ടോ. തോമു വന്ന വഴിക്ക് തോമുവിന് ഫുഡൊക്കെ കൊടുത്ത് കയറ്റാറ് പതിവ്. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പാച്ചു വരാറ്. അപ്പോൾ ഇന്ന് 2 പേരും കൂടി ഉള്ള കാരണം അവർക്ക് 2 പേർക്കും നല്ല സന്തോഷമായി. കുറച്ച് നേരം കളിക്കാൻ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് സർവീസ് റോഡിൽ കൂടെ കയറി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. പരിപാടികൾ വിചാരിച്ചേക്കാളും ഭംഗിയായിട്ട് എല്ലാതും കഴിഞ്ഞു. ഇനി വേറെ പ്രത്യേകിച്ച് വാങ്ങിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇത് ഭാവൻസിൻ്റെ ഇവിടെ നിന്ന് നേരെ വന്നാൽ നമ്മുടെ വീടായിട്ട് തോമുവിൻ്റെ സ്കൂൾ ഇപ്പോൾ ഇവിടെയാണ്. നടക്കാവുന്ന തന്നെ വിട്ടാലും ഓടി വരാവുന്ന ദൂരമുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തോമും ഡിവൈനും അവിടെ ഇറങ്ങി. ഞാൻ അക്കിയുടെ അടുത്തൊന്ന് കയറിയിട്ട് വരുമ്പോഴേക്ക് ചാക്കോച്ചിനെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഇന്നൊന്ന് അക്കിയുടെ കൂടെ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഈ നേരത്ത് നിങ്ങളിത് കേൾക്കുമ്പോൾ രാവിലെ 9 മണിയൊക്കെ ആണല്ലോ. ആ സമയമാകുമ്പോഴേക്കും ഡയോൺ ലാൻഡ് ചെയ്തിട്ടുണ്ടാവും നാട്ടിൽ. അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് അക്കിയുടെ അടുത്തേക്കൊന്ന് പോയതാണ്. അപ്പോൾ അക്കി എല്ലാം സെറ്റാക്കി പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെയാവും എന്നുള്ളത്. അങ്ങനെ ഞാൻ വന്നപ്പോൾ ചാക്കോച്ചൻ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പിന്നെ എന്നെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി മൂപ്പർക്ക് കേട്ടോ. അങ്ങനെ അക്കിയുടെ എന്താ പറയുക, പൊന്നോമനയാണ്. അപ്പം ഞങ്ങൾ പറയാമായിരുന്നു ബെന്നൂട്ടൻ വരുമ്പോൾ എന്താവാമോന്ന്. അപ്പോഴാണ് വന്നേക്കണു നമ്മുടെ പാച്ചൂട്ടനും അപ്പാപ്പനും കൂടിയിട്ട് അമ്മാമ്മേനെ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അപ്പം ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇരിക്കില്ല, നമുക്ക് മടങ്ങിപ്പോവാന്ന് പറഞ്ഞിട്ട് ചാക്കോച്ചനെ കൊണ്ടുവരാനാണ് ഓൾറെഡി നമ്മൾ വന്നത്. അങ്ങനെ ഞങ്ങൾ മടങ്ങി ചാക്കോച്ചൻ വിശേഷങ്ങൾ പറയണം കേട്ടോ. ചട്ടമ്പി ചാക്കോച്ചനാണ് കേട്ടോ. പക്ഷേ കാണാൻ നല്ല എന്താ പറയുക തകൃതിയായിട്ടുള്ള കുറുമ്പ്, അല്ലാണ്ട് വലിയ കുറുമ്പൊന്നും അവൻ ചെയ്യില്ല കേട്ടോ. കുറേ വർത്തമാനം പറയും. അത് 3 ആളും കൂടിയാൽ കേൾക്കാൻ നല്ല രസമാണ്.
പാച്ചുവും തോമും കൂടി അവരുടേതായ ഭാഷയിൽ പറയും. ഇവർ മൂന്നാളും കൂടി കഴിഞ്ഞാൽ ഇവൻ ഇവൻ്റേതായ ഭാഷയിൽ പറയും. അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി ചാക്കോച്ചൻ്റെ ഡിവൈൻ്റെയും മുകളിലേക്ക് കൊണ്ടുപോകാം. ഇനി ഉറങ്ങൊന്നുമില്ല, ഉറക്കം കഴിഞ്ഞത് അവൻ്റെ. ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ്. ഈ സമയമാണ് ഡിവൈനും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെ 2:45. അപ്പോൾ പാച്ചുവിന് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് മാമ്പഴം കൊടുത്തു. അപ്പോൾ മാമ്പഴം ഇഷ്ടമാണ്. അതിന് ഇവരൊക്കെ കിടന്നതിന് ശേഷമാണ് ഞാൻ പറയാറില്ലേ, ഞാൻ ഒതുക്കൽ ഇവരൊക്കെ കിടന്നിട്ടേ ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ചെപ്പുകളിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് ഹൈ റൂട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാട്ടോ. ഡീടാൻ്റെ ഒരു ഇതും സ്ക്രബും പിന്നെ നമ്മളുടെ കുറച്ച് റബ്ബർ ബാൻഡ്, കുറച്ച് ഫേസ് പാക്ക്, കുറേ സാധനങ്ങൾ കുട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട്. മറ്റേ അവരുടേതായ കുറേ സാധനങ്ങൾ. അങ്ങനെ നെയിൽ പോളിഷ്, പിന്നെ റിമൂവർ, അങ്ങനെ കുട്ടി സാധനങ്ങളുണ്ടല്ലോ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. കുറേയൊക്കെ ഓൺലൈനിൽ വരുത്തും, പിന്നെ ഇങ്ങനെയുള്ള ഷോപ്പിൽ നമ്മൾ സ്ഥിരം പോകുന്ന കടയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി അപ്പോഴേക്ക് പ്ലേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ അത് ഇന്നത്തെ യാത്രയും കൂടി കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നിട്ട് വയ്യ. അപ്പോൾ പിന്നെ വയറ് ഫുള്ളാണല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു സാധനങ്ങളൊക്കെ പൊട്ടിച്ചിടാം, അല്ലെങ്കിൽ ഇനി കുട്ടികൾ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഇരട്ടി പണിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോന്ന് പൊട്ടിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ സാധാരണ ബിസ്മി എന്നാണ് സാധനങ്ങൾ വാങ്ങിക്കാറ്. പക്ഷേ ഇന്ന് അവിടെ ആ അവസ്ഥയ്ക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നില്ല. പിന്നെ ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണ്ട. അപ്പോൾ അതിനേക്കാളും ഇവിടെ ബെസ്റ്റിലും ഞാൻ പറഞ്ഞില്ല, ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. അപ്പോൾ അവിടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് കയറി. ഇത് എനർജി ലഡു എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഞാൻ നോക്കിയില്ല, ഇൻഗ്രീഡിയൻസ് ഞാൻ നോക്കിയില്ല കേട്ടോ. നോക്കിയപ്പോൾ നമ്മളുടെ കപ്പലണ്ടിയും സാധനങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ തിന്ന് നോക്കിയിട്ടില്ല. ഞാൻ ഡോണിനോട് പറഞ്ഞത് ഇങ്ങനെയുണ്ട്. ഡോൺ അത് മിഠായിയാന്ന് വിചാരിച്ചു. ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മിഠായി ഇങ്ങനെയുണ്ടല്ലോ, ചോക്ലേറ്റാണെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ പരിപ്പ് അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ കൂടുതൽ വാങ്ങിക്കും. മറ്റിടത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ കുറേശ്ശെ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് തോമൂനായാലും നോൺ വെജ് അധികം പാടില്ല. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണക്ക സാധനങ്ങൾ വാങ്ങിച്ച്, വർഷക്കാലത്താണ് നമ്മൾ അധിക ഭാഗം ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുക കേട്ടോ. അത് വാങ്ങി ഒന്നെങ്കിൽ ഇറച്ചി വറുത്തു, അല്ലെങ്കിൽ മീൻ വറുത്തു, അല്ലെങ്കിൽ ഉണക്കമീൻ എന്തെങ്കിലും വറുത്ത് കഴിഞ്ഞാൽ ഒരു സുഖമാണ് കഴിക്കാനായിട്ട്. ആ കാച്ചുന്നത് ഒരു രസത്തിൽ കാച്ചണം കേട്ടോ, എന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ പരിപ്പ് മുളക് കാച്ചുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ മുതിര, കടല, ഇതൊക്കെ കടല മസാല ഇട്ടിട്ടാണല്ലോ നമ്മൾ വെക്കുക. സാധാരണ ഇറച്ചിയുടെ മസാലയൊക്കെ ഇട്ട് വേണമെങ്കിൽ വെക്കാം, എങ്ങനെ വേണമെങ്കിൽ വെക്കാം. ഞാൻ മുതിരയും പയറും ഒക്കെ കാച്ചുമ്പോൾ ഒരു തുണ്ട് മല്ലിപ്പൊടി ഇടും കേട്ടോ, വളരെ കുറച്ച്. എന്നിട്ട് ഇടുമ്പോൾ ഒരു ചെറിയൊരു കൊഴുപ്പ് കിട്ടും. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ വിട്ട് നിൽക്കണ പോലെ തോന്നും. അപ്പോൾ അങ്ങനെ കുട്ടി സൂത്രങ്ങൾ നമുക്ക് നമ്മുടെ കാരണന്മാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അയൽവക്കക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പറഞ്ഞും കേട്ടും ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ. അത് ഞാനും പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതിൽ അയ്യോ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ എന്ന് പറയണവരും ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന കുട്ടി കാര്യങ്ങളാട്ടോ ഞാൻ പറയണത്. അപ്പോൾ ഞാൻ ഇത് നമ്മളുടെ ചോളം ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് ഒന്നുകിൽ ബട്ടറോ ചോക്ലേറ്റോ ഇട്ടിട്ട് മറ്റേ പോപ്കോൺ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങി. പിന്നെ ചവ്വരി സാഗോ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാമെന്ന് എനിക്കറിയില്ല. അതും ഈ പറഞ്ഞ പോലെ നല്ലതാണ് എന്തിനെങ്കിലൊക്കെ ഉണ്ടാക്കാനും എടുക്കാനൊക്കെ. ഇത് നമ്മളുടെ പാനിപ്പൂരിയുടെ പപ്പടം. പിന്നെ ഇത് നമ്മളുടെ ടാറ്റയുടെ ഇണ. ഞാൻ സൺറൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സൺറൈസും ഇതും എടുത്തു. ബില്ലിടുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ചും കൂടി നല്ലത് ഇതാണ്, കുറച്ചും കൂടി കടുപ്പവും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ശരിയായിക്കോട്ടെ, ശരി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് വാങ്ങി. ഇതിൻ്റെ ബ്ലൂ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ, ഞാനിന്ന് യൂസ് ചെയ്തിട്ടുമില്ല, മറ്റേത് കഴിയാത്ത കാരണം ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല. ഇത് 60 എണ്ണം അങ്ങോട്ടാണ് കേട്ടോ ഒരു പാക്കറ്റ്. റീഫിൽ പാക്കറ്റ് ഒരെണ്ണം 2 രൂപയുടെ ഹോൾസെയിലാകുമ്പോൾ പിന്നെ അത്രയും ആവില്ലല്ലോ. അങ്ങനെ എൻ്റെ ഒതുക്കലും പെറുക്കലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കടല, പരിപ്പ്, പയർ, മുതിര, ഗ്രീൻ പീസ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഈ ഉണക്കവർഗ്ഗങ്ങൾ, പിന്നെ ചോളം, മറ്റേ ചവ്വരി, കറുത്തെള്ള് വാങ്ങിയിട്ടുണ്ട്. കപ്പലണ്ടി വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ട ഉരുട്ടാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഈ എനർജി ബോൾസ് എന്ന് പറയുന്ന സംഭവം, ഞാൻ എനർജി ബാറ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി ആൽമണ്ട്സും പിന്നെ മറ്റേ സീഡ്സൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചെയ്യാം. അപ്പോൾ ഡിംപിളും പറഞ്ഞു ഒരു ദിവസം അത് മെനക്കെട്ട് നിൽക്കണം കുറച്ച് നേരം, എന്നാലും അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഐറ്റംസ്. ഇത് പുതിയ ഡിസൈനുള്ള വളയാണ്, നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ. കറക്റ്റ് സ്വർണ്ണത്തിൻ്റെ പണിയാണ്. കൊച്ചു എഡി സ്റ്റോൺസാണ് കണ്ടോ, റൂബിയും ജെയ്ഡും വൈറ്റും ഒക്കെ. കുട്ടി എന്ന് പറഞ്ഞാൽ വളരെ കുട്ടി, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള വളയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാലോ, അത് എല്ലാ സൈസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇത്.
പിന്നെ മറ്റേ കമ്പിവള നിങ്ങൾക്കറിയാമല്ലോ എല്ലാ സൈസും, എൻ്റെ കൈമ കിടക്കണ പോലത്തെ വള എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും അറിയുക പെട്ടെന്ന് കേട്ടോ. അതും എല്ലാ സൈസും ഉണ്ട്. അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു ഫോട്ടോ എടുത്തത് വീണ്ടും വീണ്ടും റിപ്പീറ്റായി തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കിടക്കാൻ പറ്റിയില്ല. കാരണം ഇത് കഴിഞ്ഞൊക്കെ വന്നപ്പോഴേക്കും നിങ്ങൾക്കറിയാലോ സമയം ഏകദേശം 4:30-5 ആവാറായി. അപ്പം ഞാൻ പോയി വന്നിട്ട് പാക്കിങ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 മണിയുടെ സംഭവമൊക്കെ കഴിച്ചെങ്കിലും പിന്നെ ഉള്ളതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ എന്നോട് ചോദിക്കും, ആര് രാവിലെ നോക്കിയിട്ട് പിന്നെ കാണാനില്ലല്ലോ എന്ന് പറയും. അപ്പം ഞാൻ അവരോടും പറയും, കാരണം നമ്മൾ യാത്രകൾ നമ്മളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് തന്നെയായാലും 7 മണിക്ക് ശേഷം എന്തായാലും സജീവമായിട്ടൊരു 11 മണി വരെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കെയറിൽ നിന്ന് കൊണ്ടുവന്ന മെഡിസിൻസ് ഒന്നും തൊട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ ഇത്തിരി വൈകിയാലും വേണ്ടില്ല അതൊക്കെ ഒന്ന് പൊട്ടിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ആ സംഭവങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ സ്ഥിരം കഴിക്കുന്ന 1-2 ഇതാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ന്യൂറോബിൻ വാങ്ങിക്കാൻ മറന്നു എന്നുള്ളത് കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് ഓർത്തത് അതിനി നാളെ വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടു. ഡിമ്പിൾ കുളിക്കാൻ പോയി, ഡിവൈൻ മോളിൽ കയറി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ നമ്മുടെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ നിന്നു. അപ്പോൾ നമ്മുടെ കിയയുടെ കാലിൻ്റെ നഖം എവിടെയോ പെട്ടിട്ടൊന്ന് കോറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊന്ന് സ്പ്രേ ചെയ്യണം. അപ്പോൾ ചോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കിലുക്കുമ്പോൾ ഒരു ബോളിൻ്റെ കിലുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ചോട്ട് ഇത് കേട്ടാൽ ഓട്ടി പോകും. പക്ഷേ കിയ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ കിടന്ന് കാല് കാണിച്ച് തരും കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സമാധാനമുണ്ട്. പഴുപ്പൊന്നും ആയിട്ടില്ല, പക്ഷേ ഇങ്ങനെ നഖം ഒന്ന് കൊണ്ടുവലിച്ചു. അപ്പോൾ അത് അവർക്ക് പറയാറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഇത് ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടാമത് വന്ന് കയറിയതാണെന്ന് തോന്നുന്നുണ്ട് ഇത് കേട്ടോ. ഞാൻ ഓൾറെഡി ഇത് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറയാറില്ലേ, ചില സമയത്ത് അറിയാണ്ട് രണ്ടാമതും വന്നു പോകുന്നു. അത് പ്രത്യേകിച്ച് ഇന്ന് എനിക്ക് ശരിക്കും ഉറക്കം തൂങ്ങിയിട്ടായിരിക്കില്ല ഞാൻ. ഇന്നത്തെ യാത്രയും നല്ലോണം എണ്ണയിട്ട് കുളിക്കുകയും കൂടി ചെയ്തു. അപ്പോൾ എണ്ണയിട്ട് കുളിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ എത്ര ഉറക്കം വരാത്തവനും ഒന്ന് കണ്ണടച്ച് പോകും. അപ്പോൾ ഞാൻ സ്വതവേ രാത്രി നേരത്തെ കുളിക്കുക കേട്ടോ. യാത്രയൊന്നുമില്ലെങ്കിൽ ഞാൻ ഇപ്പം നാളെ യാത്രയൊന്നുമില്ലെങ്കിൽ ഞാൻ ഇന്ന് എണ്ണയിട്ടിട്ട് അങ്ങനെ എണ്ണ കളയൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ ഷാമ്പൂ ഇട്ടിട്ട് കുളിക്കുക, അപ്പം തന്നെ എണ്ണ കളയും കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടികളും ഭംഗിയായിട്ട് കഴിഞ്ഞു. റോബോട്ട് അതിൻ്റെ പണി വൃത്തിയായിട്ട് ചെയ്തു. അപ്പം ഞാൻ ഇന്ന് ചവിട്ടിയും കാര്യങ്ങളൊന്നും തിരിച്ചിടാണ്ട കിടക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എഡിറ്റിങ്ങും വോയിസ് ഓവറും ഒക്കെ കഴിയുമ്പോൾ കുറേ ലേറ്റാവും. അപ്പോൾ റോബോട്ട് അതിൻ്റെ പണി കഴിച്ചതാണ് കയറി. ഇപ്പോൾ കൃത്യമായിട്ട് സെറ്റിയുടെ അടിയിലൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ട് കിടക്കാതെ. അപ്പോൾ നിങ്ങൾ ഇന്ന് ഡൈനിങ് ടേബിൾ നോക്കിയാൽ അറിയാം, ഞാൻ ഒതുക്കിയിട്ടുണ്ടെങ്കിലും അവിടെ ഇവിടെയും 1-2 പെട്ടികൾ കാണാം. അതൊക്കെ ഇതാണ്. കാരണം ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. നാളെ ഡാഡി എടുത്ത് വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അതുപോലെ തന്നെ കിച്ചണിലും ഞാൻ ചവിട്ടിയും കസാരയും ഒന്നും കൊണ്ടുവന്നിട്ടിട്ടില്ല. കാരണം എനിക്കെന്തോ കണ്ണിങ്ങനെ അടഞ്ഞു പോവുക. അപ്പോൾ പിന്നെ വേഗം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലും എക്സ്പോർട്ട് ചെയ്ത് ഇത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും, ഒരു മണിക്കൂറൊക്കെ എടുക്കും. എന്നാലും സാരമില്ല എന്ന് വിചാരിച്ചാൽ ആ 1 മണിക്കൂർ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ കണക്കും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു റൂട്ടീൻ. പിന്നെ നമുക്ക് വല്ല പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്താണ് ഞാൻ അധിക ഭാഗം അതിന് വേണ്ടി നിൽക്കുക. കാരണം അത് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഷെഡ്യൂൾ ചെയ്തിടാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നാളേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെക്കാനായിട്ട്. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫോട്ടോസ് നേരെ ഡാഡിയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ഡാഡി അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടോ. ഡാഡിയോ ഡിംപിളോ ഡിവൈനോ ആരെങ്കിലുമൊക്കെ ചെയ്യും. അധിക ഭാഗം ഡാഡിയാണ് എടുത്ത് വെക്കുക കേട്ടോ. ഡാഡിക്ക് എല്ലാതും അറിയാം, എവിടെയാണ് എന്താണ് ഇരിക്കുന്നത് എന്നുള്ളത് അറിയാം. അങ്ങനെ ഇതൊക്കെ നവരത്നത്തിൻ്റെ വളകളാണ്. ഒരു കുട്ടി എന്നോട് ചോദിച്ചായിരുന്നു, പക്ഷേ ആ സമയത്ത് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ മോള് കാണുന്നുണ്ടെങ്കിൽ ഈ 4 കൂട്ടാണ് കേട്ടോ നവരത്നത്തിൻ്റെ വളയായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ പാർസൽ വന്നിട്ടുണ്ട്. നമുക്കത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വേണം അത് ഓപ്പൺ ചെയ്ത് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോൺസ് വന്നിട്ടുണ്ട്, ചട്ടിയിലിടാനുള്ള സ്റ്റോൺസ് കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓൺലൈനിലാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, യാത്രകൾ ഇപ്പോൾ മാക്സിമം ഒഴിവാക്കുകയാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ നാളെ അല്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡയോണിനെയും ഏഞ്ചലിനെയും ബെന്നൂട്ടിനെയും കാത്തിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അക്കിയും പോൾസും പേപ്പനും വസന്തേച്ചിയും പോകുന്നുണ്ട് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ എന്താ പറയുക, അക്കി ആകെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ആ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.